ഇളനീർ ചിക്കൻ ആക്കാൻ പറ്റുന്ന കഷ്ടപ്പാടാണ് ഈ പെടുന്നത്. അപ്പോൾ നല്ല ഇളനീർ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊക്കി എടുത്തിട്ട് വന്ന് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എല്ലാവർക്കും ഫുഡ് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു കരിക്ക് കൊണ്ടുള്ള ചിക്കനാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം കരിക്കാണ്. അപ്പോൾ കരിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ വിട്ട് പറിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇപ്പം തൊടിയിലേക്ക് ഇറങ്ങിക്കുകയാണ്. ഇവിടെ കൊക്കയൊക്കെ റെഡിയാണ്. കൊക്കയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടിന്നോ കൊക്കയെന്നോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കത് പറിക്കാൻ പോകണം. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവാം. ഈ കൊക്കയും കൊണ്ട് ഈ ലൂട്ട വെരുത്ത് വലിയ കഷ്ടപ്പാടാണ്. ആടി ഇടിയും കൊണ്ട് കുത്തി തെങ്ങെല്ലാം ആണ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് തെങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ അതാണ് നമ്മൾ തെങ്ങ്. അവിടെ ഒരു 3 കരിക്കുകൾ കാണുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് താഴെയിടാം. ഒരുവിധം ഇത് ആടെ കുളത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വലിച്ചു നോക്കിയിട്ട് വീഴുവാണ്. അടിപൊളി ഒരു സാധനം വീണ്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി. ഒന്ന് നേരത്തെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം മതിയോ നമുക്ക്. അപ്പോൾ ഇളനീർ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. കിച്ചണിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടി സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലെ മസാലയെല്ലാം പുരട്ടിയിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ കവർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദ എടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീയിലോ കനലിലോ ഇട്ട് ചുട്ടെടുക്കണം. തീയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കനൽ ഉപയോഗിച്ചിട്ടാണ്, ചിരട്ടക്കനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ മുമ്പേ ഓരോ ചിക്കൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഒരു കുഴിയാണ്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിരട്ട ആദ്യം വെച്ചിട്ട് ചിരട്ട നല്ലപോലെ കത്തിച്ച് കനലാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി ഇതുപോലെ ഈ സാധനം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചുടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തന്നെ തീയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടുപോകും. അതുകൊണ്ട് മാക്സിമം ചിരട്ട കനൽ ആക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ചിരട്ട പെട്ടെന്ന് കത്തതിനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ മറ്റേ കർപ്പൂരോ അല്ലെങ്കിൽ പെട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് കത്തിക്കുക. പെട്രോളൊക്കെ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ലോണം ഫ്ലെയിമബിൾ ആണ്. ഒറ്റയടിക്ക് ചിലപ്പോൾ ആളി കത്തിയേക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമുക്കിത് കത്തിച്ചെടുക്കാം. ആദ്യം കത്തിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ചിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 കരിക്കാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫില്ല് ചെയ്ത് നിൽക്കാൻ രീതിയിൽ മാത്രമേ നമുക്ക് ചിക്കൻ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബാക്കിയാവും. ഇപ്പോൾ 2 കരിക്കാണെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോയിൽ താഴെയൊക്കെ ചിക്കൻ മതിയാവും. അപ്പോൾ അത്രയും ചിക്കൻ എടുത്തതിന് ശേഷം അത് നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്യേണ്ട മസാലകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ, ഒന്നാമത്തെ കാര്യം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതോടൊപ്പം പച്ചമുളക് ഒരു 3-4 കൂടി എടുത്ത് അരച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കുറച്ചും കൂടി എരിവുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ചേർത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ കരിക്ക് എടുത്തതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കിൻ്റെ വെള്ളം സെപ്പറേറ്റ് എടുക്കുക. അതേപോലെ കരിക്കിൻ്റെ ഉള്ളിലെ കാമ്പ്, അതായത് നമ്മളെ ഇളനീരായിട്ട് കിട്ടുന്ന സാധനം അതും എടുത്തിട്ട് സെപ്പറേറ്റ് ഒന്ന് മിക്സർ ഗ്രൈൻഡിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതും ഈ മസാലയുടെ ഒപ്പം നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് എത്ര നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലപോലെ മസാല പിടിക്കും. ഇപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര നേരം വെക്കാനുള്ള വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുമ്പോൾ അതായത് മോൾ ഭാഗം കുറച്ച് നല്ല രീതിയിൽ കട്ട് ചെയ്യണം. അതായത് ഈ ചിക്കനൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന സുഖത്തിൽ നിങ്ങളത് കട്ട് ചെയ്തിട്ട്
അപ്പോൾ അതിനകത്തേക്ക് ചിക്കനൊക്കെ ഫില്ല് ചെയ്യുക. 2 ഇളനീരാണ് നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് സീൽ ചെയ്യുമ്പം മൈദയാണ് നമ്മൾ ഉപയോഗിച്ചത്. മൈദ ഉപയോഗിച്ച് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എയർ ടൈറ്റായിട്ട് നിന്നോളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലപോലെ വെന്ത് കിട്ടും അത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പം ബാക്കി അത് കുക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇത് താഴേക്ക് ഇങ്ങനെ കൈ കൊണ്ട് പോകാൻ തന്നെ പറ്റുന്നില്ല. അത്രയും നല്ല ചൂടാണ് ഉള്ളത്. ഞങ്ങൾ ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പം നല്ല ചൂടുണ്ട്. അത് അവിടെ നിന്ന് അങ്ങനെ വെന്ത് വന്നോളൂ. അപ്പോൾ അത്ര വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു 10-20 മിനിറ്റിന് മുകളിൽ എടുക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു കുത്തു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും നമുക്ക് ഈസിയായിട്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്തും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിനാദ്യം ഈ സൈഡിൽ ഈ പൊറോട്ട മൈദ മാവ് പിന്നെ ഇതുപോലെ ഒന്ന് തട്ടി ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഈസിയായിട്ട്. കാരണം അത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ തട്ടിക്കളഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കിടലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള വെള്ളം അങ്ങനെ പെട്ടെന്ന് വറ്റിപ്പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോകാൻ വേണ്ടിയിട്ട് എയർ ഹോൾസ് നമുക്ക് കാര്യമായിട്ടില്ല അതിനകത്ത്. കാരണം എല്ലാം നമ്മൾ സീൽ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഗ്രേവി ടൈപ്പ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി അതുപോലെ നല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കിടലായിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ വിളമ്പിയൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ സംഭവം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ സൈഡായിട്ട് നമ്മളെ പയർ വറവും കുറച്ച് വാഴക്കാമ്പിൻ്റെ വറവൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറുനാരങ്ങ അച്ചാറും പിന്നെ നമ്മളെ ഇന്നാക്കി ഇപ്പോഴാക്കി ചിക്കനും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ലേശം നാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് നമ്മുടെ ചോറിങ്ങനെ എടുത്തിട്ട് ഒന്ന് പരിപ്പ് കറിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പയർ വറവും കുറച്ച് കാമ്പ് വറവും അതിൻ്റെ കൂടെ ഈ ചിക്കൻ്റെ പീസ് ഇതേപോലെ ഇങ്ങനെ എടുത്ത് അതിനകത്ത് വെച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം ആവുമെന്ന്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട് സംഭവം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ് എന്നാലും പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ല ഗംഭീരമായിട്ടുള്ള സ്വാദുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളും എന്തെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.